الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. ذلك عالم الغيب والشهادة العزيز الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, സൂറത്തു സജ്ദ 5-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹു അവൻ്റെ എല്ലാ കാര്യങ്ങളെയും യഥാസമയത്ത് ഇറക്കുകയും അവയെല്ലാം കൺട്രോൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് അവങ്കലേക്ക് അതെല്ലാം കയറിപ്പോകുന്നു. നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷങ്ങളോട് കിടപിടിക്കുന്ന ഒരു ദിനത്തിൽ. ആ ആയത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെ സംബന്ധിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ സുമ്മ യഅ്റുജു ഇലൈഹി, അവങ്കലേക്ക് കയറിപ്പോകുന്നു എന്ന് പറയുന്നിടത്ത് ഒരൽപ്പം കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മുടെ സൽക്കർമ്മങ്ങളും കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം അവൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഏതൊരു സൽക്കർമ്മങ്ങളും അത് റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലേക്ക് നമ്മുടെ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങളാവട്ടെ ദുഷ്കർമ്മങ്ങളാവട്ടെ, എല്ലാം അവൻ്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നു. എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നിടത്ത് അതൊക്കെ പെട്ടു. സുമ്മ യഅ്റുജു ഇലൈഹി, പിന്നീട് അവങ്കിലേക്ക് കയറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ അവൻ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം അവൻ്റെ അടുക്കലേക്ക് അതിൻ്റേതായ റിപ്പോർട്ടുകൾ, അതിൻ്റേതായ കാര്യങ്ങൾ കയറിപ്പോകുന്നു. മലായിക്കത്തുകൾ അതുകൊണ്ട് കയറിപ്പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കലേക്ക് സൽക്കർമ്മങ്ങൾ പ്രത്യേകമായി അവൻ അത് പരിശോധിക്കുകയും അതുപോലെ തന്നെ അത് നോക്കുകയും ആ കർമ്മങ്ങളെ സംബന്ധിച്ചൊക്കെ മലായിക്കത്തുകൾ റബ്ബിൻ്റെ അടുക്കൽ പോയി വിവരം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നൊരു കാര്യമാണ്. എല്ലാ ദിവസത്തിലും 2 തവണ നമ്മുടേതായ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയരുന്നുണ്ട്. പകൽ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ രാത്രിയുടെ തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അങ്ങോട്ട് എത്തിക്കും. രാത്രിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പകലിൻ്റെ ആരംഭത്തിലും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ എത്തിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഹദീസുകളിൽ വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കും. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്ക് ഉയർന്നു പോകുന്നതിനെ സംബന്ധിച്ചുള്ള ഹദീസുകളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. നമ്മുടേതായ ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളെല്ലാം റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നു. അങ്ങനെ കയറിപ്പോകുമ്പോൾ
അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമായി എത്തുന്ന മലായിക്കത്തുകളോട് ചോദിക്കും, പകൽ സമയത്ത് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, രാത്രി സമയത്ത് അള്ളാഹുവിൻ്റെ അടിമകൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അള്ളാഹു ചോദിക്കുന്നത് എന്തിനാ? അള്ളാഹുവിനതൊന്നും അറിയാത്തതുകൊണ്ടല്ലല്ലോ. അവ എല്ലാ ദിവസവും നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകമായി റബ്ബിൻ്റെ അടുക്കലേക്ക് എത്തുന്നുണ്ട്. പകൽ സമയത്തുള്ള പ്രവർത്തനങ്ങൾ പകൽ അവസാനിച്ച് രാത്രിയാകുന്നതോടുകൂടി, രാത്രി സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ രാത്രി അവസാനിച്ച് പകലാകുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മലായിക്കത്തുകൾ നമ്മുടെ കൂടെ അതെല്ലാം റിപ്പോർട്ട് ചെയ്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായ മലായിക്കത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുമുണ്ട്, യതആഖബൂന ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാരി. രാത്രിയിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുവാനും റിപ്പോർട്ട് ചെയ്യുവാനും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളും പകൽ സമയത്ത് ആ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളുമൊക്കെ നിങ്ങളിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, രാത്രിയിലും പകലിലുമായിട്ട് ആ ഉദ്യോഗസ്ഥന്മാരായ മലായിക്കത്തുകൾ ഇവിടെ ഒന്നും പോയും കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കാണാത്തൊരു ലോകമാണല്ലോ മലായിക്കത്തുകളുടെ ലോകം. അവരത് റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ അവർ പകൽ ചെല്ലുമ്പോൾ പകലത്തെ പ്രവർത്തനങ്ങളുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ എന്താണ് എൻ്റെ അടിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അവർ നൽകുന്ന മറുപടിയുണ്ട്. അള്ളാഹു ആ ചോദിക്കുന്നത് അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല. റബ്ബിനിപ്പോൾ ഇവിടെ നമ്മളെ സൽക്കർമ്മങ്ങളൊന്നും രേഖപ്പെടുത്തേണ്ട കാര്യം പോലും ഇല്ലല്ലോ. നമ്മളെ സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തേണ്ട കാര്യം പോലും അള്ളാഹുവിനില്ല നാളെ മഹ്ശറിൽ നമ്മളെ വിചാരണ ചെയ്യാൻ. പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നമുക്ക് എതിരെയുള്ള തെളിവുകളാണ് അതൊക്കെ, നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. അല്ലെങ്കിൽ ഇപ്പം അള്ളാഹുവിന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അപ്പം മറന്നുപോണീനാ 2 മലായിക്കത്തുകളെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത് വലത്തും ഇടത്തും അത് രേഖപ്പെടുത്താൻ? ഒരിക്കലുമല്ല. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നിടത്ത് പറഞ്ഞില്ലേ, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അപ്പോൾ ഫറോവയുടെ ചോദ്യം, ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊല ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യദില്ലു വലാ യൻസാ. കഴിഞ്ഞു പോയ ആളുകളുടെയൊക്കെ അവസ്ഥ എന്താണെന്നാണ് ഫിറൗന്റെ ചോദ്യം. ഇവിടെ മരിച്ചു കഴിഞ്ഞു പോയ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ അവസ്ഥ എന്താ? അവരൊക്കെ പഴച്ചോരാ. അതിന് മൂസാ നബി അലൈഹി സ്വലാം കൊടുത്ത മറുപടി എന്താണ്? ഖാല ഇൽമുഹാ ഇൻദ റബ്ബി. അവയെ സംബന്ധിച്ചുള്ള എല്ലാ അറിവുകളും എൻ്റെ റബ്ബിൻ്റെ അടുക്കലുണ്ട്. ഫീ കിതാബിൻ, ഒരു രേഖയിലുണ്ട്. ലാ യദില്ലു വലാ യൻസാ, അത് പഴക്കാത്ത രേഖയാണ്, അവൻ മറന്നുപോകൂല്ല അല്ലാഹ്. അപ്പം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ ഒരു വേള ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, അള്ളാഹ്ക്ക് ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇപ്പം ഈ നന്മയും തിന്മയൊക്കെ രേഖപ്പെടുത്താൻ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ? പിന്നെ അതും വേണ്ടല്ലോ. നമ്മളെ സംബന്ധിച്ച് അള്ളാഹുവിന് നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അറിയാം. അങ്ങനെ ഓരോന്ന് ചോദിച്ചു പോകുകയാണെങ്കിൽ കുറേ വസ്വാസം ഉണ്ടാക്കുന്ന ആൾക്കാർ ഇങ്ങനെ കുറേ ചോദ്യങ്ങളും കൊണ്ടാണ് വരിക. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എല്ലാം ചോദിക്കാം. നമ്മളെ പറ്റിയിട്ട് സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹ്ക്ക് നമ്മളെ കുറിച്ച് അറിയാം. പിന്നെ ഇപ്പം എന്തിനാ? അപ്പം ഇതൊക്കെ ഓരോ ഹിക്മത്തുകളുണ്ട് അള്ളാഹു ഇതൊക്കെ നിശ്ചയിച്ചതിന്. അപ്പം നാളെ പരലോക കോടതിയിൽ നമ്മൾ ഓരോ ചെയ്യുന്ന നന്മയുടെ റെക്കോർഡും തിന്മയുടെ റെക്കോർഡും ഒക്കെ ആയിട്ട് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും പെരടിയിലുണ്ട് ആ റെക്കോർഡും കൊണ്ടാണ് നമ്മൾ ഖബറിലേക്ക് പോകുന്നത്. وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا. അതിനാ അള്ളാഹ് ഇതൊക്കെ ചെയ്യുന്നത്. അള്ളാഹ്ക്ക് വേറില്ലായിട്ടല്ല, റബ്ബിനിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്തിനാണ്? നമ്മളുടെ നന്മയും തിന്മയും ഭാഗ്യമൊക്കെ നമ്മളെ പെരടിയിലാക്കിയും കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഖബറിലേക്ക് പോണത്. ഇനി മഹ്ശറിൽ എത്തുമ്പോൾ നമ്മളുടെ ആ വനുഖ്രിജു ലഹു കിതാബൻ യൽഖാഹു മൻശൂറ, നിവർത്തി വെക്കപ്പെട്ട നമ്മുടെ കർമ്മരേഖ നമ്മൾ കണ്ടുമുട്ടും. ഓരോരുത്തരും കാണും നമ്മുടെ രേഖ മുഴുവൻ യൽഖാഹു മൻശൂറ ഒക്കെ നിവർത്തപ്പെട്ട നിലയിൽ കാണും. അതിനൊന്നും കൊഴിഞ്ഞു പോകൂല എന്നുള്ളത് നമ്മൾ സൂറത്തുൽ കഹ്ഫിലൂടെ പഠിച്ചിട്ടുണ്ട്. ഇതെന്ത് കിതാബാണിത്? മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലു ഹദിറാ വലാ യളിമു റബ്ബുക അഹദാ. മനുഷ്യൻ അന്തം വിടുന്നാണ് ആ കിതാബ് കാണുമ്പോൾ. ഇതെന്തൊരു പുതുമയുള്ള ആശ്ചര്യകരമായ കിതാബാണിത്. കാരണം ഇതില്ല യുഗാദിറു, വിട്ടുപോയിട്ടില്ലല്ലോ, സഗീറത്തൻ വലാ കബീറത്തൻ,
ഒരു ചെറുതോ വലുതോ ഒന്നും ഇതിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയിട്ടില്ലല്ലോ. ഇല്ലാ അഹ്സാഹാ, അതൊക്കെ അതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇത് വല്ലാത്ത ആശ്ചര്യമുള്ള ഗ്രന്ഥാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു മനുഷ്യൻ ജനിച്ച് പിന്നെ അവന് പ്രായപൂർത്തിയായി പിന്നീട് അവൻ മരിക്കുന്നതിനിടയ്ക്കുള്ള എത്ര കാലത്ത് എത്ര ഇപ്പം എഴുതുക, എന്താണ് ഇന്ന്, അത് ഒരാളെ കൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മളെ കാര്യം എന്തിന് ഇപ്പം ഓരോരുത്തരുടെയും എത്ര വയസ്സായി എന്ന് ഓരോരുത്തർ ചിന്തിച്ചു നോക്ക്. നമ്മുടെ വയസ്സിനിടക്ക് കഴിഞ്ഞത് രേഖപ്പെടുത്താൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമോ? എന്തിനു ആയുഷ്കാലം മുഴുവൻ. ഇന്നലെ രാവിലെ മുതൽക്ക് നടന്നതൊക്കെ എഴുതാൻ എത്ര മണിക്കൂർ നമ്മൾ ആലോചിക്കേണ്ടി വരും? ഇന്നലെ രാവിലെ ഞാൻ ജീവൻ വെച്ചത് എഴുന്നേൽക്കുമ്പോഴാണല്ലോ, എഴുന്നേറ്റത് മുതൽ ഇന്നിപ്പോൾ ഈ സെക്കൻഡ് വരെ ഞാൻ ചെയ്ത ഹൈറ്, ഞാൻ ചെയ്ത ഷെറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൂടി ഒന്ന് രേഖപ്പെടുത്തിക്കെന്നാണ് ഒരു കടലാസ് തന്നാൽ നമ്മൾ എത്ര മണിക്കൂർ ആലോചിച്ചിരിക്കണം? റഹ്മാനായ റബ്ബ് കോടാനുകോടി ജനൈബ മുഴുവനും ആ രേഖ പടച്ചോൻ പരലോകത്ത് ഹാജരാക്കുകയാണ്. യൽഖാഹു മൻഷൂറ. എന്നിട്ട് പറയും, ഇഖ്റ കിതാബക, എൻ്റെ പുസ്തകം നീ തന്നെ വായിക്ക്. അടുത്ത വാചകമാണ് നമ്മൾ പറഞ്ഞത്, കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. നിന്നെ വിചാരണ ചെയ്യാൻ നിനക്കെതിരെ ഈ ഗ്രന്ഥം തന്നെ എമ്പാടും മതിയാവുന്നതാണ്. അപ്പം നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. എൻ്റെ റബ്ബിൻ്റെ പേരിൽ വല്ലാതും ഞാൻ ചെയ്യാത്തത് വല്ലതും പറയോ? ഞാൻ ചെയ്യാത്ത വല്ലതും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമോ? ഞാൻ ചെയ്തു പോയതൊക്കെ ഈ കണ്ട കോടിക്കണക്കിന് മനുഷ്യന്മാരെ വലിയ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ എൻ്റെ വല്ലതും കൊഴിഞ്ഞു പോയിട്ടുണ്ടാവുമോ? ബേജാറാവേണ്ട ഒരു കാര്യമല്ല. വലാ യദ്ലിമു റബ്ബുക അഹദ. നിന്റെ റബ്ബ് ഒരു തരിമ്പ് പോലും ഒരാളോടും അനീതി കാണിക്കൂല, ഒരാളുടെ പേരിലും ഇല്ലാത്തത് വെച്ച് കെട്ടൂല. അത്ര സൂക്ഷ്മമായ ഗ്രന്ഥാണ്. അല്ലേ ഖുർആൻ സൂറത്ത് മുജാദലയിലും പറഞ്ഞത്, അഹ്സാഹുല്ലാഹ്, എല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞു അല്ലാഹ്. വനസൂഹു, ചെയ്ത് നമ്മളത് മറന്നു, ചെയ്തു പോയ അവർ അത് മറന്നുപോയിരിക്കുന്നു. ആ സ്ഥിതിയിൽ അല്ലാഹ് അത് മുഴുവനും എന്താണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതാ ഗ്രന്ഥം. ഇതവിടെ വരും എന്ന കൃത്യമായ ബോധ്യവുമുള്ളത് കൊണ്ടാണ് നമ്മൾ നന്മകളിലേക്ക് താല്പര്യം കാണിക്കേണ്ടതും തിന്മകളോട് വെറുപ്പ് കാണിച്ച് വിട്ടു നിൽക്കുകയും ചെയ്യേണ്ടത്. ആരറിഞ്ഞില്ലെങ്കിലും അക്കോടതിയിൽ അത് വരും. വവജദു മാ അമിലു ഹാദിറ, അവർ ചെയ്ത ചെയ്തികളെല്ലാം അവിടെ ഹാദിറായിട്ട് കാണും. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ വമാ അമിലത് മിൻ സൂഅ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. യൗമ തജിദു കുല്ലു നഫ്സിൻ, അതിനാരും ഒഴിവില്ല, എല്ലാവരും കണ്ടെത്തുന്ന ദിവസമാണത്. മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ വമാ അമിലത് മിൻ സൂഇൻ, ഞാനും നിങ്ങളും ചെയ്ത, ജനകോടികൾ മുഴുവനും ചെയ്തിട്ടുള്ള എല്ലാ ഖൈറുകളും എല്ലാ ഷർറുകളും മുഹ്ദറാ, അടങ്ങനെ ഹാജരാക്കപ്പെടും. ആ സമയത്ത് പാപികൾ കൊതിച്ചു പോകും. എന്താ പാപികൾ കൊതിച്ചു പോകുക? എൻ്റെയും ഈ ഗ്രന്ഥത്തിൻ്റെയും ഇടക്ക് വലിയ ദൂരമുണ്ടായിരുന്നെങ്കിൽ എനിക്കത് കാണാൻ വയ്യല്ലോ, ഇതൊക്കെ ഞാൻ ചെയ്തതാണല്ലോ, എനിക്കിത് നോക്കാൻ വയ്യല്ലോ. അമദം ബഈദാ, വലിയ ദൂരത്തായിരുന്നെങ്കിൽ എന്ന് അവൻ കൊതിച്ചു പോകും. എന്നിട്ട് അല്ലാഹ് പറയണത്, വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു, അല്ലാഹു അവനെക്കുറിച്ച് നിങ്ങളോട് അതിശക്തമായി വാണിംഗ് തരികയാണ്, പേടിപ്പിക്കുകയാണ്. നിങ്ങൾക്കിതാ ഗൗരവത്തോടെ അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നു. അടുത്ത വാചകം നോക്കൂ നിങ്ങൾ, അല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്, അള്ളാഹു അവൻ്റെ അടിമകളോട് അപാരമായ വാത്സല്യമുള്ളവനാണ്. അള്ളാഹ്ക്ക് നമ്മളോടുള്ള വാത്സല്യവും കാരുണ്യം കൊണ്ടാണ് ദുന്യാവ് തന്നെ ഇത് പറഞ്ഞു തരുന്നത്. അള്ളാഹ്ക്ക് നമ്മളോട് വാത്സല്യമല്ല, ക്രൂരനാണ്, പിടിച്ച് ശിക്ഷിക്കാനായിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ ഇതൊരു മുന്നറിയിപ്പും തരാതെ പരലോകത്തേക്കാണ്ട് വരുമ്പോൾ അവിടെ പിടിച്ച് നരകത്തിൽ കണ്ടാ പോരെ. ഇവിടുന്ന് തന്നെ പറഞ്ഞു തരുന്നത് എന്തിനാ? അങ്ങനെ നമ്മൾ പെടാതിരിക്കുക, അങ്ങനെ നിങ്ങൾ പെട്ടുപോകരുത്, അതിനു വേണ്ടിയാണ് ഇവിടുന്നൊക്കെ അത് പറഞ്ഞു തരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്ന എല്ലാം ഇവിടെ രേഖപ്പെടുത്തുന്നത് അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട.
ഈ കണ്ട കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളൊക്കെ മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പരലോകത്തെ റബ്ബ് ഇത് വിചാരണ ചെയ്യാൻ ഇടങ്ങേറാകുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ എന്ന് ചില ആളുകൾ പരിഹസിക്കുന്നത് പോലെ. അതിനപ്പത് എഴുതുന്നത് അല്ല, ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. പിന്നെ എനിക്കൊന്നും പിന്നെ എൻ്റെ കാര്യത്തിൽ ഒന്നും പറയണ്ടാവില്ല, ഒന്നും പറയണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അൻ തഖൂല നഫ്സുൻ, ഒരാൾക്ക് പറയാനിട വരൂല. എന്ത്, എനിക്ക് ഞാനിത് പറഞ്ഞിട്ടില്ലല്ലോ, എന്നോട് ഇതാരും പറഞ്ഞു തന്നില്ലല്ലോ എന്നൊന്നും അവിടെ വെച്ച് ഒരാൾക്കും ഒരു കാര്യവും പറയാൻ അവസരമില്ലാത്ത വിധത്തിൽ ഇവിടെ എല്ലാ ഹുജ്ജത്തും തെളിവും നമുക്കെതിരെ പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹു അവൻ്റെ കോടതിയിൽ ഹാജരാക്കുക. അതുകൊണ്ട് അള്ളാഹിനോട് നമ്മൾ തേടണം, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ, അള്ളാഹുവെ എളുപ്പമുള്ള ഒരു വിചാരണ നീ എനിക്ക് ചെയ്യണം. വിചാരണയെങ്ങാനും കടുപ്പിച്ചാൽ, തലനാരിഴ കീറിയിട്ട് കൃത്യമായ വിചാരണയെങ്ങാനും റബ്ബാണ് കടുപ്പിച്ചാൽ ഒന്നും കിട്ടണ്ടാവില്ല. പിന്നെ പടച്ചവൻ്റെ പ്രത്യേകമായ, റബ്ബിൻ്റെ പ്രത്യേകമായ പലതും അവൻ സിത്തീറാണ്, ഒക്കെ മറച്ചു വെക്കുന്നവനാണ്, മുഅ്മിനീങ്ങളോട് അപാരമായ കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ടൊക്കെ അവൻ പലതും അവിടെ അങ്ങനെ മൂടി വെക്കും. അള്ളാഹു അങ്ങനെ നമ്മുടെ പോരായ്മകളൊക്കെ മൂടി വെച്ച് പരലോകത്ത് വഷളാക്കാതിരിക്കട്ടെ. അത് നമ്മളെ രാവിലെയും രാത്രിയും വൈകുന്നേരമൊക്കെ ഉള്ള പ്രാർത്ഥനയിലുണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മസ്തുർ ഔറാത്തി വ ആമിൻ റൗആത്തി, മറക്കാതെ ചൊല്ലിക്കോളണം അത് കേട്ടോ. ഞാൻ എപ്പോഴും എന്നോടും നിങ്ങളോടും പറയണേ, അദ്കാറു സബാഹ് അദ്കാറുൽ മസാ, ഒരു നേരം നഷ്ടപ്പെട്ട നിങ്ങൾക്ക് അള്ളാഹു കിട്ടണം. സുബൈക്കും സൂര്യോദയത്തിനും ഇടയിൽ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയില്ലേ, എന്നാൽ നിങ്ങൾ ദുഹ്റാനീൻ്റെ മുമ്പ് എപ്പോഴെങ്കിലും അദ്കാറു സബാഹ് ചൊല്ലണം. മഗ്രിബിൻ്റെ അസറിൻ്റെ ഇടയിൽ, മഗ്രിബിൻ്റെ തൊട്ട് മുമ്പ് ചൊല്ലാൻ പറ്റില്ലേ, എന്നാൽ നിങ്ങൾ മഗ്രിബിൻ്റെ ഇശാൻ്റെ ഇടയിൽ രാത്രി എപ്പോഴെങ്കിലും ആയിട്ട് ചൊല്ലി തീർക്കണം. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പം ഞാനീ പറഞ്ഞ പ്രാർത്ഥനയല്ലേ, ഈ അല്ലാഹുമ്മസ്തുർ ഔറാത്തി, അതടങ്ങുന്ന പ്രാർത്ഥനയെക്കുറിച്ച് അത് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയുന്നത് എന്താ, ലം യകുൻ യദഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹൗലായിൽ കലിമാത്ത്, അള്ളാഹുവിൻ്റെ റസൂല് ഒരു കാലത്തും ഉപേക്ഷ വരുത്താത്ത വചനങ്ങളാണിത്. നമ്മൾ ചോദിച്ചു നോക്കണം നമ്മളോട്, നമ്മൾ എത്ര ദിവസം ഇത് പറയുന്നുണ്ട്? മുത്ത റസൂല് ഒരൊറ്റ ദിവസം ഒഴിവാക്കിയിട്ടില്ല, നമ്മളോ ഒറ്റ ദിവസം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ സുഹൃത്തുക്കളെ, പറയണം എന്താണെന്ന് പറയുക, നമ്മളെ ഈ കർമ്മങ്ങൾ എത്ര ഇഖ്ലാസോടുകൂടെ ചെയ്തോ, നമ്മുടെ അമല് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കയറിപ്പോകുമ്പോൾ അഹ്സനായിരിക്കണം. നമ്മൾ പടച്ചതന്നെ അള്ളാഹു അതിന് വേണ്ടിയിട്ടല്ലേ. എന്തിനാ അള്ളാഹു തആല അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നവരാരാണ്? എന്താ ഈ അഹ്സനു അമല എന്ന് പറഞ്ഞാൽ? അസ്വബുഹു വ അഖ്ലസുഹു എന്നാണ് അതിന് തഫ്സീർ കൊടുത്തത്. അഹ്സനു അമൽ, ഒരു അമൽ എപ്പോഴാണ് ഏറ്റവും അഹ്സനാവുക? അസ്വബുഹു അഖ്ലസുഹു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേപോലെ സവാബായ നിലക്ക് ചെയ്യണം, പ്രമാണത്തിലുള്ളതുപോലെ ചെയ്യണം. പിന്നെ അഖ്ലസുഹു, അത് ഇഖ്ലാസോടെ ചെയ്യണം, അള്ളാഹിൻ്റെ പൊരുത്തം ഉദ്ദേശിക്കണം. അപ്പോഴേ ഒരു കർമ്മം അള്ളാഹുവിൻ്റെ അടുക്കൽ എന്താകുള്ളൂ? അഹ്സനാകുള്ളൂ. അങ്ങനെ കയറിപ്പോകുമ്പോൾ അമലുകൾക്ക് വലിയ സ്വീകാര്യതയാണ്. യർജു ഇലൈഹി, അവങ്കിലേക്ക് അമല് കയറിപ്പോവുകയാണ്. മുഅ്മിനീങ്ങളുടെ അമല് കയറിപ്പോകുമ്പോൾ വലിയ സ്വീകാര്യത. അത് രാത്രിയിലുണ്ട്, പകലിലുണ്ട്. പിന്നെ എല്ലാ ആഴ്ചയിലും പ്രത്യേകം നമ്മുടെ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. അള്ളാഹു സംവിധാനം വെച്ചിരിക്കുകയാണ്. ആഴ്ചയിൽ 2 വട്ടം. അപ്പം ദിവസം 2 തവണ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഇതേപോലെ ആഴ്ചയിൽ 2 തവണ ഉണ്ട്, തിങ്കളും വ്യാഴവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ അമലുകൾ പ്രത്യേകം പ്രദർശിപ്പിക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു മഹത്വം പറയണം. അത് തിങ്കളും ഉണ്ട്, വ്യാഴവും ഉണ്ട്. അതുകൊണ്ട് സാധിക്കുന്നവരോട് നോമ്പെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആഴ്ചയിൽ അങ്ങനെ. ഇനി വർഷത്തിലുണ്ട്, വാർഷികമായിട്ട് എല്ലാ അമലുകളും കൂടി റബ്ബിങ്കിലേക്ക് ഒരു കൊല്ലത്തത് മുഴുവനും ഉയർന്നു പോകുന്ന മാസമാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞുകൂടുന്ന ഈ ഷഅബാൻ. ഷഅബാനിൽ നമ്മുടെ എല്ലാ അമലുകളും യഅ്റുജു, റബ്ബിൻ്റെ അടുക്കലേക്ക് ഒരു കൊല്ലത്തത് മുഴുവനും അങ്ങോട്ട് കയറിപ്പോവുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇങ്ങനെ ഷഅബാൻ ജനങ്ങൾ അധിക ആളുകളും അശ്രദ്ധ ആകുന്ന ഒരു മാസമാണ്. റജബ് മാസം പിന്നെ യുദ്ധമൊക്കെ നിഷിദ്ധായ മിൻഹാ അർബഅത്തുൻ ഹുറും, 4 പവിത്ര മാസങ്ങളിൽപ്പെട്ട മാസമായതുകൊണ്ട് റജബ് കുറച്ചൊക്കെ ഒരു ബഹുമാനം ഉണ്ടാവും. പിന്നെ റമദാൻ എല്ലാവർക്കും ബഹുമാനം ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കിടക്കുന്ന മാസമാണ് ഏത്? ഷഅബാൻ. അതുകൊണ്ട് അത് വലിയ കാര്യമായിട്ട് ആരും അത്ര ശ്രദ്ധിക്കൂല. അതുകൊണ്ട് അക്കാലത്ത് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ധാരാളം ദിവസങ്ങളിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് നോമ്പെടുത്ത മാസമാണ് ഷഅബാൻ. അതിന് കാരണം പറഞ്ഞത് ഇതാണ്,
പല ആൾക്കാർക്കും ആ മാസം അത്ര ശ്രദ്ധ വേണ്ടതുപോലെ ഉണ്ടാവില്ല എന്നാണ് ഒന്ന് പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കാത്ത സമയത്ത് നമ്മൾ ഇബാദത്തെടുത്താൽ അതിന് പ്രത്യേകം എന്തുണ്ട്, മഹത്വമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നീട്ടി നിസ്കരിക്കുന്നവർക്ക് പ്രത്യേകം കൂലി. കാരണം ആ സമയം ആളുകളൊക്കെ അശ്രദ്ധാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, നിസ്കരിക്കണം. അപ്പം അതിന് പ്രത്യേകം കൂലി. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട് എന്ന് പറഞ്ഞു. ആളുകൾ പലപ്പോഴും അശ്രദ്ധാകുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അതിലൊരു സമയമുണ്ട്. അതിൽ ഏതെങ്കിലും ജുമയുടെ ഒക്കെ സമയത്തിനൊരു പ്രത്യേകത കൊടുക്കുന്നല്ലാതെ ബാക്കി സമയങ്ങളൊക്കെ അശ്രദ്ധാകും. അപ്പം അതിൽ ഏതോ ഒരു സമയത്ത് അള്ളാഹു താല ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു സമയം. ചോദിച്ചത് എന്തും കൊടുക്കാൻ വേണ്ടിയിട്ട്. അസമയത്ത് ചോദിച്ചവർക്ക് കിട്ടി. അത് ഏതാന്നോട്ട് പറഞ്ഞു തന്നിട്ടില്ല. ഇങ്ങനെ ഇതേപോലെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കാത്ത നേരത്ത് അത് പൂർണ്ണമായൊരു ശ്രദ്ധ മുഅ്മിനീങ്ങൾക്കല്ലേ ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മൾ അവരിൽ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രത്യേകം മഹത്വവും പുണ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ശഅബാന് ആ നിലക്കുള്ള, അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, അങ്ങനെ അമലുകൾ പ്രത്യേകം ഒരു കൊല്ലത്തെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നൊരു മാസമായതുകൊണ്ട് പിന്നെ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടണം എന്നാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടായി. അപ്പോൾ അതുകൊണ്ട് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഈ മാസത്തിൽ നോമ്പെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് ആഫിയത്തും അതിനുള്ളൊരു മനസ്സൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് അമലുകൾ ഇങ്ങനെ കയറിപ്പോകുന്നുണ്ട്. സുമ്മ യഅ്റുജു ഇലൈഹി എന്ന് പറയുന്നിടത്ത് അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങളും യുദബ്ബിറുൽ അംറ, അൽ അംറ എന്ന് പറഞ്ഞതിൽ എല്ലാം പെട്ടു. അതിൽ നമ്മൾ ചെയ്യുന്ന അമലുകളും പെട്ടു, നമ്മുടെ എല്ലാ കാര്യങ്ങളും പെട്ടു. റബ്ബ് തീരുമാനിച്ചിട്ടുള്ള അവൻ്റെ ഇവിടെ നടപ്പിലാക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളുമായിട്ട് ഇവിടെ മലക്കുകൾ ഇറങ്ങി വരുന്നു. അങ്ങനെ അവർ കയറിപ്പോകുന്നു. അങ്ങനെ അത് എല്ലാം റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ. പിന്നെ നമ്മൾ ഓരോരുത്തരും മരിച്ചു പോകുമ്പോൾ നമ്മുടെ അമലുകൾ പിന്നെ മൊത്തം റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലേക്ക് അതങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടും. അത് എവിടെയാണോ റബ്ബിൻ്റെ അടുക്കൽ കബൂലിയത്താണോ സ്വീകാര്യതയാണോ ഉള്ളത്, അതോ അത് തള്ളിക്കളയാണോ ചെയ്യുന്നത് എന്നൊക്കെ റബ്ബിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഏത് സമയത്തും നമ്മളൊരു അമൽ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനൊരു കബൂലിയത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ അള്ളാഹ് സ്വീകരിക്കണേ. സ്വീകരിക്കാതിരുന്നിട്ട് ഇപ്പോൾ ഇതിനൊരു കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് സ്വീകാര്യതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. എന്താ കാരണം, ഇതാണ്ട് കയറിപ്പോയാൽ അതവിടെ സ്വീകാര്യതയുടെ പട്ടികയിൽ ചേരണമല്ലോ. അതുകൊണ്ട് അതും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ അൽഫസനത്തി മിമ്മ തഴുദൂൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. നമ്മൾ എണ്ണുന്ന 1000 കൊല്ലം ഇതൊക്കെ എത്തിക്കാനും റിപ്പോർട്ട് ചെയ്യാനും ഒന്നും മലായിക്കത്തുകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സെക്കൻഡുകൾ കൊണ്ട് നടക്കും. പക്ഷേ നമ്മൾ എണ്ണുന്ന കാലം നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എത്താനും ഒക്കെ 1000 കൊല്ലമൊക്കെ വേണ്ടി വരുന്ന ഒരു ദിവസത്തിലാണ്. അതേപോലെ തന്നെ മഹ്ശറിൽ ഇത് ഒരു ദിവസം കണക്കൂട്ടുമ്പോൾ 50,000 കൊല്ലത്തിന് കടപിടിക്കുന്നത് 1000 കൊല്ലത്തിന്. അതേ അവസരത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മഹ്ശറിലൊക്കെ ഒരു നേരത്തെ നിസ്കാരം 2 നേരത്തെ നിസ്കാരത്തിൻ്റെ കടിയിലുള്ളൊരു സമയത്ത് പോലെ അവർക്കത് ലളിതമായി തോന്നും എന്നുള്ളതും നമ്മൾ ചേർത്ത് പറഞ്ഞത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകണം, മറന്നു പോകരുത്. ഇനി അടുത്ത ആയത്ത്, ദാലിക ആലിമുൽ ഗൈബി വശ്ശഹാദ അൽ അസീസുർ റഹീം. ദാലിക അത് എന്ന് പറഞ്ഞാൽ മേലെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. ഇതൊക്കെ നമ്മൾ മേലെ പറഞ്ഞത് അവൻ ഇവിടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നു, എല്ലാം ഇങ്ങോട്ട് ഇറങ്ങുന്നു, അത് കയറിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവൻ അതാണ് ദാലിക. അത് എങ്ങനെയുള്ളവനാണ് അള്ളാഹു, അതായത് എങ്ങോട്ടാണ് ദാലിക ബന്ധം? അത് അല്ലെങ്കിൽ അവൻ എന്ന് പറഞ്ഞാൽ യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി സുമ്മ യഅ്റുജു ഇലൈഹി ഫി യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. എന്നിട്ട് പറയുന്നത് ദാലിക, ആ കാര്യങ്ങൾ അഥവാ ഈ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുകയും എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളവനായ അള്ളാഹു, അതാണ് ദാലിക. അവൻ എങ്ങനെയുള്ളവനാണ്? ആലിമുൽ ഗൈബി വശ്ശഹാദതി, ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്നവനാണ്. കണ്ടോ, അവിടെ തന്നെ നോക്കൂ നിങ്ങൾ. എന്തിനാ അല്ലാഹു തആല പറഞ്ഞത്? നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ആയത്തോതുമ്പോൾ അങ്ങനെ പറയണേ, എന്തിനാപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കയറിപ്പോകാതെ എന്തേ അള്ളാഹ്ക്ക് അമൽ ആരൊക്കെ ചെയ്തു എന്നറിയില്ലേ? എന്തിനാപ്പോൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യണത്? റിപ്പോർട്ട് ചെയ്യാതെ അള്ളാഹുവിനതൊന്നും അറിയില്ലേ? അങ്ങനെ സംശയം തോന്നുന്നുണ്ടാകും. അള്ളാഹ് അറിയാഞ്ഞിട്ടല്ല, അവൻ ആരാണ്? ദാലിക, അവൻ അങ്ങനെയുള്ള, അവൻ ആലിമുൽ ഗൈബി, അദൃശ്യങ്ങളെ മുഴുവനും അറിയുന്നവനാണ്. വശ്ശഹാദ, ദൃശ്യത്തെയും. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രസൻ്റ് ഉള്ള, നമ്മളെ മുമ്പിലുള്ളത്. ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യമായത്.
അതാണ് ആലിമുൽ അള്ളാഹു ആലിമുൽ ഗൈബുമാണ് വശഹാദയാണ്. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്നവനാണ് അള്ളാഹു. നമ്മുടെ എല്ലാ അമലുകളെ കുറിച്ചും അവൻ അറിയാം. ആലിമുൽ ഗൈബി വശഹാദ, അവൻ അറിയാത്തൊരു ഗൈബും ഇല്ല. അവന് മാത്രം അറിയാവുന്ന ഗൈബുണ്ട്, ഒരാൾക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അള്ളാഹുവിന് മാത്രമേ അന്ത്യനാൾ എപ്പോഴാണെന്ന് അറിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വരെ അത് അറിയിച്ചു കൊടുത്തിട്ടില്ല. ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചല്ലോ, എപ്പോഴാണ് അന്ത്യനാൾ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലാ ചോദിക്കുന്നത്. എന്താ നബി തങ്ങൾ കൊടുത്ത മറുപടി? മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സായിലി, ചോദ്യകർത്താവിനേക്കാൾ ഒട്ടും അക്കാര്യത്തിൽ അറിവുള്ളവനല്ല ചോദിക്കപ്പെട്ട വ്യക്തി. റസൂൽ തന്നെ കുറിച്ച് പറയണം. ചോദിക്കപ്പെട്ടത് ഇവിടെ ആരാ? നബി തങ്ങളാണ്. ചോദിച്ച ആളാരാ? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അങ്ങേക്കാൾ ആ വിഷയത്തിൽ ഒന്നും അറിയില്ലാത്ത ആളാണ് ഞാനൊന്ന്. അപ്പൊ അറിയിച്ചു കൊടുത്തിട്ടില്ല. അതാണ് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അല്ലാഹുവിൻ്റെ അടുക്കലാണ് അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ്. എപ്പോഴാ മഴ പെയ്യുക അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അവനാണത് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗർഭാശയങ്ങളിലുള്ളത് എന്താണെന്ന് അവനെ അറിയൂ. അതിൻ്റെ ഓരോ സെക്കൻഡുകൾ ഇനി എന്ത് സംഭവിക്കും, അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും, അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഒരാൾക്കും അറിയില്ല എവിടെ വെച്ച് മരണപ്പെടും, എവിടെ വെച്ചാണ് അന്ത്യമുണ്ടാവുക. ഒരാൾക്ക് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മഫാത്തിഹുൽ ഗൈബ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അദൃശ്യത്തിൻ്റെ താക്കോലുകൾ. ഒരു 4-5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. അതൊക്കെ അള്ളാഹ്ക്കറിയാം. അവന് ദൃശ്യവും അദൃശ്യവും ഒക്കെ ഒരുപോലെ അറിയുന്നവനാണ് അള്ളാഹു. ഈ സിഫത്ത് ഒരു പടപ്പിനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പടപ്പിനെ ഈ റബ്ബിനോട് എന്താക്കി? ഈക്വലാക്കി. അപ്പം ശിർക്ക് വന്നു. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഈ സൃഷ്ടികൾക്ക് ഈ സിഫത്ത് വെച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിനെ പോലെ ദൃശ്യമോ അദൃശ്യമൊക്കെ ഒരുപോലെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശൈഖന്മാരും ഔലിയാക്കന്മാരും ഒക്കെ അറിയും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഒരൊറ്റ വ്യത്യാസമേ പറയുള്ളൂ. അള്ളതൊക്കെ അറിയണത് സ്വന്തം കഴിവുകൊണ്ട്, ഇവരിതൊക്കെ അറിയുന്നത് അള്ള കൊടുത്ത കഴിവുകൊണ്ട്. ആ ഒരൊറ്റ അടിവരട്ടിട്ടാണ് ഇതൊക്കെ ഹലാലാക്കാൻ നോക്കണത്. ഹലാലാവൂല. അങ്ങനെ അള്ള കൊടുത്തിട്ടില്ല. അപ്പം നമ്മുടെ അഖീദയുടെ ഭാഗമാണ് സുഹൃത്തുക്കളെ. വളരെ ഗൗരവത്തോടെ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. അപ്പം ആലിമുൽ ഗൈബി വശഹാദ, അത് അള്ളാഹു മാത്രമാണ്. അവനാണവൻ അൽ അസീസ്. നേരത്തെ പറഞ്ഞ കാര്യം അതന്നെയാണ്. യുദബ്ബിറുൽ അംറ മിനസ്സമായി എന്നറില്ലേ? അതാരാ? അള്ളാഹുള്ള മുദബ്ബിറുൽ ആലം. ഒരാൾക്കും ആ കഴിവ് വിട്ടു കൊടുത്തിട്ടില്ല. അവനാണ് തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ ദാലിക ആലിമുൽ ഗൈബി വശഹാദ, അവൻ മാത്രമാണ്. ഇതൊക്കെ വേറുള്ളവർക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹു താല ഇതിങ്ങനെ പറയണില്ല എന്താ അർത്ഥമുള്ളത്? അതെങ്കിലും ചിന്തിച്ചുകൂടെ മനുഷ്യൻ? ഇനി ഒരു കിതാബ് ഓതണ്ട. അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ വലിപ്പത്തരായിട്ട് ഇങ്ങനെ എടുത്ത് പറയാ. അത് വേറുള്ളവർക്കും കൊടുത്തതാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ വലിപ്പത്തരത്തിന് ഒരു പ്രത്യേകത ഉള്ളത്? വേറെ ഒരാൾക്ക് കൊടുത്തിട്ടില്ല. അത് CM മടവൂര് എന്ന് പറയുന്ന വ്യക്തിയോട് ഒരാൾ വന്നിട്ട് പറയാണ്, വരുന്ന ആളെന്നെ അയാളേക്കാണ് വലിയ ഉസാറാണെന്നാണ്. കാരണം ചോദിക്കണം എന്താണ്? ഞാൻ നിങ്ങളെ ഇന്നലെ കുർസിയിൽ തെരഞ്ഞല്ലോ, കണ്ടില്ലല്ലോ. അർശും ഞാൻ നോക്കിയാലോ, അവിടെ നിങ്ങളെ കണ്ടില്ലല്ലോ. ആരോടാ ചോദിക്കണത്? CM മടവൂരിനോട് ഒരു തങ്ങൾ വന്നിട്ട് ചോദിച്ചു എന്നാണ്. അപ്പം CM മടവൂർ കൊടുത്ത മറുപടി എന്താണ്? മോനെ, ഞാനിപ്പോൾ അതുക്കും മേലെയാണ്. അപ്പം എവിടെ? അതിൻ്റെ മേലെയാണ്. നിങ്ങളെപ്പറ്റി മുദബ്ബിറുൽ ആലം, ഖുതുബുൽ ആലം, ലോകത്തിൻ്റെ മൊത്തം കൺട്രോളറാണ് എന്ന് ആളുകൾ പറയുന്നുണ്ടല്ലോ. ഇപ്പം നിങ്ങളെവിടെയാണ്? എന്താ നിങ്ങളെ അവസ്ഥ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഫൽ മദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി. മോനെ, ഇത് വിചാരിച്ചോടത്തൊന്നുമല്ല, ഇപ്പോൾ അതിൻ്റെയും മീതയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെയും മീതയാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങൾ. ഇതങ്ങ് വേറൊരു ലോകത്തെ കഥയൊന്നുമല്ല പറയുന്നത്. ഞാനും നിങ്ങളും ജീവിക്കുന്ന നാടുകളിൽ മുസ്ലിം പേരുള്ള ഉമ്മപങ്ങന്മാരും സഹോദരന്മാരും വിശ്വസിച്ച് കൊണ്ട് നടക്കുന്ന വിശ്വാസമാണ് ഈ പറയുന്നത്. ഇവരെ നന്നാക്കേണ്ട ഡ്യൂട്ടിയാണ് നമുക്കുള്ളത്.
നമ്മളുടെ വിശ്വാസം ക്ലിയറാകുന്നതോടൊപ്പം ഇങ്ങനെ തെറ്റിദ്ധരിച്ച ആയിരങ്ങളുണ്ട്. അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത്. നാട്ടിലേക്ക് പോകുമ്പോൾ, അതുപോലെ തന്നെ നിങ്ങളെ ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ, പാവങ്ങളാണവർ, അവർക്കിതൊന്നും അറിഞ്ഞൂടാ. അവരോട് വലിയ മുസ്ലിയാക്കന്മാരിതൊക്കെ പറയുമ്പോൾ ഒന്നുമില്ലാതപ്പോൾ അവരൊക്കെ പറയുമോയെന്ന് അവരിൽ തവക്കുലാക്കിയിരിക്കുകയാണ് ഈ സാധുക്കൾ. അപ്പം അതുകൊണ്ട് അവരെ നമുക്ക് തിരുത്താൻ, സാധുക്കളായ ജനങ്ങൾക്ക് വേറെ വാശിയൊന്നുമില്ലല്ലോ. അവർ സത്യം കേട്ടാൽ അവർ മനസ്സിലാക്കും, അവർ ഉൾക്കൊള്ളും. അതുകൊണ്ട് നമ്മളുടെ കടമയാണിതാ. ഇതേപോലെയുള്ള അന്ധവിശ്വാസങ്ങളാണ് തനിച്ച അവിശ്വാസത്തിലേക്ക് പ്രവർത്തിക്കുന്ന കുഫറിൻ്റെ വാചകങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് മാത്രമാണ് ഇതൊക്കെ ഉള്ളത്, ഇത്രയുള്ളത്. മറ്റ് രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സൂഫിസം ഉള്ളിടത്തൊക്കെ ഉണ്ടാവും. സൂഫികളുടെ എല്ലാ വിശ്വാസത്തിൻ്റെ കിതാബുകളിലും ഇതൊക്കെ കാണും. അവർക്കിതൊന്നും വിഷയമല്ല. എന്തിനാരാധിച്ചാലും അള്ളാഹ്ക്കുള്ള ആരാധനയായിട്ടേ വരുള്ളൂ എന്നാണ്. നമ്മളിവിടെ ഏതിനെ ആരാധിച്ചിട്ടും കാര്യമില്ല. എന്തിനാരാധിച്ചാലും ആരാധന ആർക്കായിട്ടേ അവസാനം വരുള്ളൂ. കാരണം ഇവിടെ ഉള്ളത് ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹ് ഉള്ളൂ എന്നാണ്. മറ്റുള്ളതൊക്കെ വെറും മിഥ്യയാണ്. ഇവിടെ വാസ്തവത്തിൽ ഉള്ളത് അള്ളയാണ്. അതാണ് നമ്മൾ എത്രയോ പൊട്ടന്മാർ വലിയ കാര്യമായിട്ട് പാട്ട് പാടും, ലാ മൗജൂദ ഇല്ലല്ലാഹു. എന്താ ഇതിൻ്റെ അർത്ഥം? തെറ്റായ ആശയമാണ് പറയുന്നത്. അല്ല ഇല്ലാതെ ഇവിടെ ഒന്നുമില്ല. അതാ ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ തനിച്ച അദ്വൈതം. അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താ? അദ്വൈതവാദം. അദ്വൈതം, ദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടില്ല. അതാണ് അദ്വൈതം. രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഇവിടെ ഒക്കെ അള്ളയാണ്. അതുകൊണ്ട് കല്ലിനെ പൂജിച്ചാലും എന്തിനാരാധിച്ചാലും അതൊക്കെ ആർക്കുള്ള ആരാധനയായിട്ടേ വരുള്ളൂ? അള്ളാഹ്ക്കുള്ള ആരാധനയായിട്ടേ വരുള്ളൂ. അതൊക്കെ പറയണമെങ്കിൽ ഒരുപാടുണ്ട്. ഈ സൂഫികൾ തനി പഴച്ചു പോയ ആ വിശ്വാസക്കാർ ഒരുപാട് ലോകത്തുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു, അൽഹംദുലില്ലാ എന്ന് പറയണം. അത്രത്തോളം വഴി പഴച്ച വിശ്വാസങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടുകൂടെ നമ്മളുടെ ഭാഗം വളരെ സേഫാക്കണം. നമ്മുടെ അഖീദ വളരെ സേഫായി നിൽക്കണം എപ്പോഴും. നമ്മൾ വിശ്വാസം, അതുപോലെ തന്നെ ആചാരങ്ങളിലെല്ലാം ഇസ്ലാമികമായി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. ഇതിൻ്റെ അടിസ്ഥാനം തന്നെ പഴക്കണ എവിടുന്നാന്നറിയങ്ങൾ? നമ്മൾ പറയുന്നത് നമ്മുടെ പ്രമാണം അള്ളാഹുവിൻ്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളുമാണെന്നാണ് കാര്യമായി ആദ്യ പ്രമാണം. ഈ സൂഫികൾ പറയുന്നതാവട്ടെ, അവർ പറയുന്നത് അതിൻ്റെ കൂടെ അതൊന്നും അല്ല, അതിലൊന്നും ഇല്ലാത്തതും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഹോട്ട് ലൈൻ ഉണ്ട് എന്ന്. അല്ല നേരിട്ട് ഞങ്ങളെ ശേഖന്മാരോട് പറഞ്ഞു കൊടുത്താൽ അതന്നെ ദീന്, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന്. അവിടെ തന്നെ പഴച്ചില്ലേ. അതാണ് ഈ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ മെയിൻ കാരണം. കിതാബിലും സുന്നത്തിലൊന്നും അവർ പറയണത് കാണൂല. അപ്പം നമ്മൾ അവരോട് ചോദിക്കണം, അല്ല നിങ്ങൾ ഈ പറയുന്ന വിശ്വാസമൊന്നും ഖുർആനിലും ഹദീസിലും ഇല്ലല്ലോ. അത് ഖുർആൻ ഹദീസൊക്കെ നിങ്ങൾക്കുള്ളതല്ലേ? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പദവിയിലെത്തിയ ആൾക്കാരാണ് ഞങ്ങളെ ശൈഖന്മാർ. ഒരിക്കൽ അള്ളാഹു താല അപ്പപ്പ കൊടുക്കുന്നുണ്ട് എന്ന്, ഹോട്ട് ലൈനാണ് എന്ന്, റബ്ബ് അപ്പപ്പ കൊടുക്കുന്നുണ്ട് എന്ന്. എത്ര പഴച്ച വിശ്വാസമാണത്? ആണ് മൊഹീദ്ദീമാലിലൊക്കെ ഉള്ളത്. ചൊല്ലീല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എൻ്റെ അമാനില്ലാതെന്നോവർ. മൊഹീദ്ദീമാലിലുള്ള വരികയാണ്. ചൊല്ലീല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ. ആരാ പറയണേ? മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്ന്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ചൊല്ലീല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എൻ്റെ അമാനില്ലതെന്ന് അള്ളാ എന്നോട് ചൊല്ല് എന്ന് പറഞ്ഞാലേ ഞാൻ എന്ത് ചൊല്ലാറുള്ളൂ? എന്തും ചൊല്ലാറുള്ളൂ. ഇത് ആരിനെ പറ്റിയാ അള്ളാഹു തആല പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹി കിട്ടിയാലേ അള്ളാഹുവിൻ്റെ റസൂൽ സംസാരിക്കുകയുള്ളൂ. അതേപോലെയാണ് ജീലാനീന്ന്. അപ്പോൾ അതുകൊണ്ട് ജീലാനി എന്താണ് പറഞ്ഞാലും അതൊക്കെ അള്ളാഹു കിതാബിലും ഹദീസിലും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ലാന്ന്. കിതാബിലും ഹദീസിലുള്ളത് മാത്രം അവിടെ ദീന് ആരെ പറഞ്ഞു എന്നാണ് അവർ ചോദിക്കണത്. അതാ അടിസ്ഥാനം തന്നെ പഴച്ചു എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മളിതൊക്കെ വളരെ ഗൗരവത്തോടെ പഠിക്കണം എന്ന് പറയുന്നത്. ദയവായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊന്നും ഒരു ഗ്രൂപ്പ് വഴക്കായിട്ടും കക്ഷിത്വമായിട്ടൊന്നും കാണരുത്. ഇതൊക്കെ നമ്മളെ ദീനിൻ്റെ വിഷയങ്ങളാണ്. ഇന്ന് ഞാനോ നിങ്ങളോ ആണ് മരിച്ചു പോയി കഴിഞ്ഞാൽ നാളെ ഖബറിൽ ചോദ്യത്തിന് വരുമ്പോൾ റബ്ബിനെക്കുറിച്ചും റസൂലിനെ കുറിച്ചും ദീനിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ
ആ ചോദ്യത്തിന് ശരിയാം വിധം മറുപടി പറയണം എന്നുണ്ടെങ്കിൽ ആ റബ്ബ് ആ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ച ഇസ്ലാം ഏതോ അത് ഉൾക്കൊണ്ട് മരിച്ചു പോയാലേ അവിടെ ഉത്തരം പറയാൻ കഴിയുള്ളൂ, അല്ലാത്തവർക്ക് കഴിയില്ല. എത്ര കബറും പുറത്തിരുന്നിട്ട് ഇവിടെ എൻ്റെ അടുത്തിപ്പോൾ മലക്കുകൾ വരും, ഇപ്പം എന്നോട് മറബുക്കാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞോ, റസൂൽ ആരാന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയാന്ന് പറഞ്ഞോ, ദീന ഏതാന്ന് ചോദിച്ചാൽ ഇസ്ലാമാണെന്ന് പറഞ്ഞോ എന്ന് ഇവിടെ കബറും പുറത്ത് ഒരാൾ ഇരുന്നിട്ട് വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമല്ല. നമ്മുടെ നാട്ടിൽ നിന്നിപ്പോൾ അങ്ങനെയാണ് ചില ആൾക്കാർ ചെയ്യുന്നത്. അതിന് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുക എന്നാ പറയുക. അതിന് ഇസ്ലാമിലൊരടിസ്ഥാനവും ഇല്ല. മറിച്ച് നമ്മളെന്താ ചെയ്യുന്നത്, ഖബറിൽ വെച്ച് കഴിഞ്ഞും മണ്ണിട്ടൊക്കെ മൂടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആ മയ്യത്തിന് വേണ്ടി അള്ളാഹിനോട് എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും. അള്ളാഹുവേ, നിൻ്റെ മലക്കുകൾ വരികയാണ്, ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് നീ ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ, അദ്ദേഹത്തിന് ചോദ്യത്തിൻ്റെ സമയത്ത് നല്ല സ്ഥൈര്യം നൽകണേ, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ, ഖബർ എടുക്കാതെ വിശാലമാക്കി കൊടുക്കണേ, ഖബറിലെ പേടികളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് നീ മോചനം നൽകണേ എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ദുആകൾ നമ്മൾ അവിടെ നിന്നും കണ്ട് ചൊല്ലുകയാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, റബ്ബിൻ്റെ അടുക്കലേക്ക് നമ്മുടെ അമലുകൾ കയറിപ്പോകുന്നു. അത് അള്ളാഹുവിനെ ഗൈബും ഷഹാദെന്നും എല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവൻ അറിയാതെ. ദാലിക ആലിമുൽ ഗൈബി വശഹാദ. അവൻ മാത്രമല്ല അൽ അസീസ്, അവൻ അസീസാണ്, ഇസ്സത്തുള്ളവനാണ്, അന്തസ്സുള്ളവനാണ്. അന്തസ്സുകേടൊരിക്കലും ആ റബ്ബൊരിക്കലും ചെയ്യൂല. അവൻ്റെ ഏത് പ്രവർത്തനങ്ങളിലും അന്തസ്സാർന്ന പ്രവർത്തനങ്ങളെ അവൻ കാണിക്കുകയുള്ളൂ. അതാണ് അൽ അസീസ്. അല്ലദീ ഖദ് അസ്സ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും മേലെയാണ് അവൻ്റെ പ്രതാപം. എന്തിനേയും അവൻ അതിജയിച്ച് നിൽക്കുകയാണ്. എല്ലാവരും അവൻ്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി കീഴ്പ്പെട്ടവരാണ്. അത്രത്തോളം ഉന്നതമായ ഔന്നത്യമുള്ള ഇസ്സത്തുള്ളവനാണ് അള്ളാഹു. അതാണ് അൽ അസീസ്. അൽ അസീസ് എന്ന് അള്ളാഹുവിനെ പറ്റി മാത്രമേ പറയാൻ പാടുള്ളൂ. അൽ അസീസ്, അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. അസീസ് എന്നൊരു സൃഷ്ടിയെക്കുറിച്ചും വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. അലിഫിലാമ ചേർത്ത് കൊണ്ട് ഒരു സൃഷ്ടിയെക്കുറിച്ച് അൽ അസീസ് പറയാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. കാരണം അസീസ് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. സൂറത്ത് യൂസുഫിൽ ആ സംഭവത്തിൽ പറയുന്നുണ്ട് അസീസ്. അവിടെ അൽ അസീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും എന്താണ്, അത് നേരത്തെ പറഞ്ഞ അസീസിനെ കുറിച്ചാണ്. അപ്പം ആ നിലക്കൊക്കെയുള്ള കൃത്യമായ നിലക്ക് റഹ്മാനായ റബ്ബിൻ്റെ ഇസ്സത്തിനെ പോലെ കിടപിടിക്കുന്ന, എല്ലാ അർത്ഥത്തിലും എന്തിനേയും അതിജയിച്ച് നിൽക്കുന്ന ആ ഒരു ഇസ്സത്തുള്ളവനാണ് അസീസ്. അർ റഹീം ഐ ബിഇബാദിഹിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ അവൻ്റെ ദാസന്മാരോട്, അടിമകളോട് ഏറെ കാരുണ്യമുള്ളവനുമാണവൻ. കണ്ടോ, അപ്പം എന്തൊക്കെ ഈ ഗുണങ്ങൾ ഇപ്പോൾ ഈ ഒരൊറ്റായത്തിൽ പറഞ്ഞു. ദാലിക ആലിമുൽ ഗൈബി വശഹാദ അൽ അസീസുർ റഹീം. ഇതൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളുമാണ്. അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ് ഈ പറഞ്ഞ അസീസ്, റഹീം ഒക്കെ. അതുകൊണ്ടാണ് അവൻ ഏറ്റവും കൂടുതൽ മനുഷ്യനോട് കാരുണ്യമുള്ളവനാണ്, ഏത് പടപ്പുകളോടും. അതാണ് ഇബ്നു കസീർ തഫ്സീർ തബരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ത് അർ റഹീം എന്ന് പറഞ്ഞിടത്ത് അല്ലാഹു തആല പറയാണ്. അർ റഹീം എന്ന് പറഞ്ഞല്ലോ, അവിടെ തഫ്സീർ തബരിയിൽ ഇബ്നു ജരീർ റഹിമഹുല്ലാഹ് കൊടുക്കുന്ന വ്യാഖ്യാനം നോക്കൂ. റഹീമു ബിമൻ താബ മിൻ ളലാലതിഹി വറജഅ ഇലൽ ഈമാനി ബിഹി വബിറസൂലിഹി വൽ അമലി ബിതാഅതിഹി അൻ യുഅസിബഹു ബഅദ തൗബ. കണ്ടോ, റബ്ബിന്റെ കാരുണ്യം നോക്കൂ നിങ്ങൾ. എത്ര പഴച്ചോനാണെങ്കിലും അവൻ തൗബ ചെയ്താൽ, അള്ളാഹുവിലും അള്ളാഹുവിലുള്ള റസൂലിലെ വിശ്വാസത്തിലേക്കും അവൻ മടങ്ങിയാൽ, സൽക്കർമ്മ ജീവിതത്തിലൂടെ പിന്നീട് അവൻ്റെ തുടർ ജീവിതം അവൻ മുന്നോട്ട് കൊണ്ടുപോയാൽ, അള്ളാഹു അവനെ അങ്ങനെയുള്ള ഒരു തൗബക്ക് ശേഷം റബ്ബ് അവനെ ഒരിക്കലും എന്ത് ചെയ്യൂല, ശിക്ഷിക്കൂല. അവൻ്റെ മുൻകാല ജീവിതം അള്ളാഹ് നോക്കണമെന്നല്ല. റബ്ബിന് ഏറ്റവും ഇഷ്ടമാണെന്ത്, തൗബ ചെയ്യുന്നവർ. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ. അള്ളാഹുവിനോട് ഏറെ പശ്ചാത്തപിക്കുന്നവരെ, റബ്ബേ എൻ്റെ പാപം പൊറുക്കണേ, അറിവില്ലാത്ത കാലത്ത് അവിവേകം കൊണ്ട് പലതും ചെയ്തു പോയ റബ്ബേ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യൂല അല്ലാ. എത്ര കൊടും ഭീകര പാപിയാണെങ്കിലും റബ്ബ് പൊറുക്കുന്നതാണ്. അങ്ങനെ ഒരു സന്തോഷ വാർത്ത നമുക്ക് തരാൻ ആരെക്കൊണ്ട് പറ്റുക? അല്ലാഹ് പറയും, നിങ്ങൾ എന്ത് ചെയ്തവരാകട്ടെ. അതാണ് യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വദേഹങ്ങളോട് കണക്കല്ലാത്ത പാപങ്ങൾ ചെയ്ത എൻ്റെ അടിമകളോട് പറയൂ നബിയെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ,
അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിഞ്ഞു പോകും. ആശ മുറിയരുത് നിങ്ങൾക്ക്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനാണ്, കാരുണ്യമുള്ളവനാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? വ അനീബു ഇലൈഹി, നിങ്ങൾ അവങ്കലേക്ക് കേരിച്ചു മടങ്ങിക്കോളും. അപ്പോൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ തയ്യാറുണ്ടോ? അതല്ലേ റബ്ബ്. അതുകൊണ്ടാണ് പറയുന്നത് സുബൈൻ്റെ ഒക്കെ മുമ്പുള്ള സമയം, ബാങ്ക് കൊടുക്കണതിൻ്റെ മുമ്പ് 1 മിനിറ്റ് ആണെങ്കിൽ പോലും, ഫജർ വരെയുള്ള സമയം, ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 1 മിനിറ്റ് മുമ്പാണോ അവസരം കിട്ടിയതെങ്കിലും തൗബ ചെയ്യുക. കാരണം സമയത്ത് ഏറ്റവും ചോദിക്കേണ്ടത് ഇസ്തിഗ്ഫാറും തൗബയൊക്കെ തന്നെയാണ്. ഖുർആൻ 2 സ്ഥലത്തും ആ സമയത്തെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ ഇസ്തിഗ്ഫാറാണ് പറയുന്നത്. ഒരു സ്ഥലത്ത് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് പറയുന്നു, മറ്റൊരു സ്ഥലത്ത് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ എന്നും പറയും. ഒക്കെ ഇസ്തിഗ്ഫാറാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ ജീവിതം, നമ്മൾ മനുഷ്യന്മാരാണ്, പലതും സംഭവിച്ചിട്ടുണ്ടാവും, ചെറുതും വലുതൊക്കെ സംഭവിക്കും. അതൊക്കെ കഴിഞ്ഞ കാലം. അള്ള പൊറുക്കുന്നു അള്ള പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകം നമ്മളെ എന്ത് കുറ്റപ്പെടുത്തിയാലും എന്താ, ആരൊക്കെ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും അള്ള കൈവിടൂല എന്ന് പറഞ്ഞാൽ പിന്നെ അതല്ലേ ഏറ്റവും വലിയ സന്തോഷ വാർത്ത. അവിടെ തൗബ ചെയ്യുക. റബ്ബ് പറയുന്നു അവന് ഏറ്റവും വലിയ വാത്സല്യമുള്ളവനാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ തൗബ ചെയ്യാണോ? ഞാൻ പൊറുക്കും എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അതാണ് റഹീം. അവിടെ ഇബ്നു ജരീർ തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അള്ളാഹു നമുക്ക് തൗബക്ക് ശേഷം നമ്മളോട് ചെയ്യുന്ന അപാരമായ വാത്സല്യത്തെയും കാരുണ്യത്തെയുമാണ് ഇവിടെ റഹീം എന്ന് പറയുന്നിടത്ത് തഫ്സീറായി കൊടുത്തത്. അത് നമുക്ക് വലിയ സന്തോഷ വാർത്തയാണ് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇനിയും അള്ളാഹു അവൻ്റെ മഹത്വം പറയണ അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖ, അല്ലദീ അവൻ എങ്ങനെയുള്ളവനാണ് അള്ളാഹു. അഹ്സന അവൻ നന്നാക്കിയവനാണ്. അഹ്സന നന്നാക്കി, മെച്ചപ്പെടുത്തി. കുല്ല ശൈഇൻ എല്ലാ വസ്തുക്കളെയും അവൻ നന്നാക്കിയവനാണ്. അങ്ങനെ ഖലഖഹു, അവൻ എല്ലാ വസ്തുവിനെയും അവൻ സൃഷ്ടിച്ചു. അവിടെ ഖൽഖഹു എന്നുള്ളൊരു വായനയും ഉണ്ട്. ചില ഖാരിഈങ്ങൾ അവിടെ വായിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖൽഖഹു. അപ്പം എന്തായി അർത്ഥം? എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പ് നന്നാക്കിയവനാണ് അവൻ. ഖൽഖ് എന്ന് പറയുമ്പോൾ സൃഷ്ടിപ്പ്. ഇനി അതല്ല മറ്റേ രൂപത്തിലാണെങ്കിലോ അല്ലദീ അഹ്സന, അവൻ നന്നാക്കിയവനാണ് കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും അവൻ നന്നാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും അവൻ ഏറ്റവും നല്ല നിലക്കാണ് എല്ലാ കാര്യങ്ങളെയും. ഖലഖഹു, ആ വസ്തുവിനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. രണ്ടായാലും ആശയം ഒന്ന് തന്നെയാണ്. അപ്പം ഇവിടെ ലോകത്ത് അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളെയും നന്നാക്കി സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ് അല്ലാഹു. ഇവിടെ ഏത് സൃഷ്ടികളെ എടുത്തു നോക്കൂ, ആ സൃഷ്ടികൾക്കൊക്കെ അതിൻ്റേതായൊരു ഭംഗിയുണ്ട്. അത് ഓരോ സൃഷ്ടികൾക്കാണ്. മനുഷ്യലോകം എടുത്തു നോക്കിയാൽ മനുഷ്യൻ്റെതായ സൗന്ദര്യവും അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ജന്തുലോകത്തേക്ക് നോക്കിയാലും മൃഗങ്ങൾക്ക് നമ്മളൊരു വസ്തുവിനെ കണ്ട് നല്ല ചന്തണ്ടല്ലേ, നമ്മളൊരു പശുവിനെ അല്ലെങ്കിൽ ഒരു പോത്തിനെ ഒരു മൂരിക്കുട്ടിനെയൊക്കെ കണ്ടാൽ ചോദിക്കണേ അത് മനുഷ്യൻ്റെ മാതിരി ചന്തണ്ട് എന്നുള്ള, അതിൻ്റെ സൃഷ്ടിപ്പനുസരിച്ച് അതിനൊരു ഭംഗി ഉണ്ട്. പല വസ്തുക്കൾക്കും അതുണ്ട്, എല്ലാ വസ്തുക്കൾക്കും അതുണ്ട്. അപ്പം അതെങ്ങനെ? അവിടെ അഹ്സന എന്നുള്ളിടത്ത് മുഫസ്സിരീങ്ങൾ പലരും വ്യാഖ്യാനം കൊടുത്തത് എന്താണെന്നറിയോ? അത്ഖന, എല്ലാം വേണ്ട വിധത്തിൽ കറക്റ്റായിട്ടാണ് അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാ വസ്തുവിൻ്റെയും സൃഷ്ടിപ്പ്. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു, അതിനെ അവൻ ഉണ്ടാക്കി. ഇത് പ്രത്യേകം എടുത്തു പറയുന്ന സൃഷ്ടികളുടെ കൂട്ടത്തിൽ വബദഅ, അവൻ തുടങ്ങുകയും ചെയ്തു. ബദഅ എന്ന് പറഞ്ഞ അർത്ഥം തുടങ്ങി. അവൻ തുടങ്ങുകയും ചെയ്തു, ആരംഭിക്കുകയും ചെയ്തു. ഖൽഖൽ ഇൻസാനി, മനുഷ്യന്റെ സൃഷ്ടിപ്പ്. എന്തില്ലത്? മിൻ തീൻ, കളിമണ്ണിൽ നിന്ന്. ഇവിടെ മനുഷ്യൻ എന്നുള്ള അൽ ഇൻസാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദം അലൈഹിസ്സലാമാണ്. അല്ല മനുഷ്യന്മാരെ നമ്മളാരെയും ഇവിടെ കളിമണ്ണെന്ന് നേരിട്ട് സൃഷ്ടിച്ചാലല്ലോ. അവൻ തുടങ്ങിയിരിക്കുന്നു, ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ അർത്ഥം പറയേണ്ടത് അവൻ ആരംഭിച്ചു. ഖൽഖൽ ഇൻസാനി, മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അഥവാ അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പവൻ തുടക്കം കുറിച്ചതെന്തിൽ നിന്നാണ്? മിൻ തീൻ, കളിമണ്ണിൽ നിന്നാണ്.
അപ്പം അത് മറ്റ് സൂറത്തുകളിലൊക്കെ ഉണ്ട്. മിൻ ഹമ ഇം മസ്നൂൻ, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന, ചലപില ശബ്ദമുണ്ടാകുന്ന ഒരു തരം കറുത്ത ചെളിമയമുള്ള കളിമണ്ണിൽ നിന്നാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. ആദം അലൈഹിസ്സലാമിനെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. സുമ്മ പിന്നീട് ജഅല നസ്ലഹു, അവൻ്റെ സന്തതിയെ അവൻ ഉണ്ടാക്കി. ആദമിൻ്റെ സന്തതികളെ പിന്നെ അവൻ ഉണ്ടാക്കി. നസ്ല് എന്ന് പറഞ്ഞാൽ സന്തതികൾ, നസ്ല്. സുമ്മ ജഅല നസ്ലഹു, പിന്നീട് അവൻ്റെ സന്തതിയെ അവൻ ഉണ്ടാക്കി. എന്തിൽ നിന്ന്? മിൻ സുലാല, സത്തിൽ നിന്ന്. മിൻ മാഇൻ മഹീൻ, നിസ്സാരപ്പെട്ട ഒരു തരം വെള്ളമാകുന്ന സത്തിൽ നിന്ന്. ഇങ്ങനെ അർത്ഥം പറയേണ്ടത് നോക്കുക. സുമ്മ ജഅല, പിന്നീടവൻ ഉണ്ടാക്കി, നസ്ലഹു, ആ ആദമിൻ്റെ പരമ്പരയെ അല്ലെങ്കിൽ സന്തതികളെ. എന്തിൽ നിന്ന്? മിൻ സുലാലത്തിൻ, സത്തിൽ നിന്ന്. ഏതിൻ്റെ സത്ത്? മിമ്മാഇൻ, ഒരു തരം വെള്ളത്തിൻ്റെ സത്ത്. മഹീൻ, നിസ്സാരപ്പെട്ട ഒരു തരം വെള്ളം. മനുഷ്യൻ നിസ്സാരമായിട്ട് കാണുന്ന വെള്ളമാണ് അവൻ്റെ ശുക്ലം. ആയാ കഴുകണം, അർപ്പോടെ വെറുപ്പോടെ മനുഷ്യൻ വീക്ഷിക്കുന്നു. മനുഷ്യൻ്റെ ശരീരത്തിലുള്ള സ്പേം, ആണുകൾ, അവരുടെ ബീജം. അങ്ങനെ ഒരു ബീജത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യൻ്റെ, ആ വെള്ളത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ ബാക്കിയുള്ളവരുടെയൊക്കെ സൃഷ്ടിപ്പവൻ നടത്തുന്നത്. അതിനും എന്തിനോടൊരു ഇതുണ്ട്? തീരിനോട്, കളിമണ്ണിനോടൊരിതുണ്ട്. കാരണം ആ കളിമണ്ണിൽ നിന്ന്, ആ മണ്ണിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് തഴച്ച് വളരുന്ന സസ്യലതാദികൾ അടക്കമുള്ള ഭക്ഷ്യപാനീയങ്ങൾ കുടിച്ചും കഴിച്ചും അതിൽ നിന്നാണ് മനുഷ്യൻ്റെ ബീജം രൂപപ്പെടുന്നത്. അടിസ്ഥാനം അങ്ങോട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിൽ എല്ലാവരും അങ്ങനെ തന്നെ. പക്ഷെ നേർക്കുനേരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് ആരെയാണ്? ആദിമ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിനെയാണ്. സുമ്മ ജഅല നസ്ലഹു, പിന്നീട് അദ്ദേഹത്തിൻ്റെ സന്തതികളെ അവൻ ഉണ്ടാക്കി. മിൻ സുലാലത്തിൻ, സത്തിൽ നിന്ന്. മിൻ മാഇൻ, ഒരു തരം വെള്ളത്തിൻ്റെ. എങ്ങനെയുള്ള? മിൻ മഹീൻ, മഹീൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ എന്ന് പറഞ്ഞാൽ നമ്മളെ അറപ്പോടും വെറുപ്പോടും കൂടിയാണ് ഈ ശുക്ലത്തെ. ആരും ഇപ്പം അത് ഒരു സ്ഥലത്തായാലും മറ്റൊരാൾ കാണാൻ ഇഷ്ടപ്പെടില്ല, ആയാൽ തന്നെ അത് വേഗം കഴുകും, വൃത്തിയാക്കും. അങ്ങനെയാണല്ലോ നമ്മൾ അതിനെ സമീപിക്കുന്നത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് തന്നെ അങ്ങനെ തന്നെയല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം അതുകൊണ്ട് ഹല്ലത അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. കണ്ടോ അവിടെ ഈ നുത്ഫ, അത് ആണിൻ്റെ ബീജം പെണ്ണിൻ്റെ ഓവറി അണ്ടവുമായിട്ട് യോജിച്ച് അത് സിക്താണ്ഡമായിട്ട് രൂപപ്പെട്ട് പിന്നെ അതിൽ നിന്നാണ് കുഞ്ഞായി വളർന്നു വരുന്നത്. ഒക്കെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം മനുഷ്യ സൃഷ്ടിപ്പ് അവൻ അതിൽ തുടക്കത്തിൽ ഇങ്ങനെ ആദിമ മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിച്ചു, പിന്നെ ബാക്കിയുള്ളവരെ ഇങ്ങനെ സൃഷ്ടിച്ചു. സുമ്മ സവ്വാഹു, പിന്നീട് ഇവിടെ ആദം അലൈഹിസ്സലാമിൻ്റെ ആ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് തന്നെ പിന്നീട് പറയാണ്. സുമ്മ സവ്വാഹു, പിന്നീട് അവൻ അതിനെ ശരിപ്പെടുത്തി. ഒരു ന്യൂനതയുമില്ലാത്ത നിലക്ക് അല്ലാഹു തആല ആ സൃഷ്ടിപ്പ് എന്ത് ചെയ്തു? സവ്വാഹു. സവ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിപ്പെടുത്തി. സവ്വ, അവൻ ആ സൃഷ്ടിപ്പിനെ ഒരു ന്യൂനതയുമില്ലാത്ത നിലക്ക് ശരിപ്പെടുത്തി. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി, വനഫഖ ഫീഹി, അവനിൽ ഊതുകയും ചെയ്തു. വനഫഖ ഫീഹി, അവനിൽ ഊതുകയും ചെയ്തു. മിർ റൂഹിഹി, അവൻ്റെ റൂഹിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്ന്. അള്ളാഹുവിൻ്റെ വകാന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹിൻ്റെ റൂഹിൻ്റെ ഒരു അംശമല്ല മനുഷ്യൻ. ഇവിടെ മിർ റൂഹിഹീന്ന് ചേർത്ത് പറഞ്ഞാൽ എന്തിനാണ്? അള്ളാഹുവിൻ്റെ റൂഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ച റൂഹ്, അതാണ് അവൻ്റെ വക റൂഹ്. മനസ്സിലാക്കണം. അതല്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാനം അവിടെ എന്താണ്? അള്ളാഹുവിൻ്റെ റൂഹ് എന്ന് പറയാൻ കാരണം റൂഹിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിൽ മാത്രം പരിമിതമാണ്. അപ്പം അവന് മാത്രം അറിയാവുന്ന റൂഹ് എന്നും അർത്ഥമുണ്ട്. എന്തായാലും റബ്ബിൻ്റെ മഹത്വമാണ് ആ പറയുന്നത്. ആ റൂഹാണ് മനുഷ്യനിൽ അല്ലാഹു തആല ഊതിയിട്ടുള്ളത്. ക്രൈസ്തവ ലോകം ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മഹത്വമായിട്ട് പറയണത് എന്താ? ദൈവത്തിൻ്റെ റൂഹ് ഊതിയിട്ടുണ്ട് എന്നാണ്. ദൈവത്തിൻ്റെ റൂഹ് ഊതിയിട്ടുണ്ട്. കാരണം മറിയമിൽ സുമ്മ നഫഖ്നാ ഫീഹാ മിർ റൂഹിനാ, അവരിൽ നാം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അയച്ചിട്ട് റൂഹ് ഊതിയല്ലോ. അപ്പം അതിന് മുസ്ലിമീങ്ങൾ കൊടുക്കുന്ന മറുപടിയാണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദം അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞെടുത്തു അല്ല റൂഹ് ഊരിയതല്ല. എന്നാൽ ആദമിനെ നിങ്ങൾ ദൈവപുത്രനായിട്ടും ദൈവമായിട്ടും എന്താ കാണാത്തത്? അതോടുകൂടെ ക്ലോസ്. മറുപടി അറിയാൻ കഴിയില്ല.
അപ്പം അതുകൊണ്ടാണ് ആ ദുർവ്യാഖ്യാനം വരും എന്നുള്ളത് കൊണ്ടാണ് മുഫസ്സിരീങ്ങളൊക്കെ ഇവിടെ പറയുന്നത്. അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്ന് ഊതി എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് മായന ശരിക്കും പഠിച്ചു വെച്ചോളൂ. ഒന്ന്, അള്ളാഹുവിൻ്റെ വക അവൻ്റെ സൃഷ്ടിയായതാണ് റൂഹ്, അത് നൂതി. രണ്ട്, അവന് മാത്രമേ ആ റൂഹിനെ കുറിച്ചുള്ള അറിവുള്ളൂ, അതുകൊണ്ടാണ് അവൻ്റെ റൂഹ് എന്ന് പറയാൻ കാരണം എന്താണ്? പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അവർ താങ്കളോട് റൂഹ് എന്താന്ന് ചോദിക്കുന്നു. നബിയെ മറുപടി പറയുക, അറൂഹു മിൻ അംരി റബ്ബി. റൂഹ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ യജമാനനായ റബ്ബിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. വമാ ഊതീതും മിനൽ ഇൽമി, അറിവിൽ നിന്ന് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല, ഇല്ലാ ഖലീല, തുച്ഛമായതല്ലാതെ. അപ്പോൾ റൂഹിനെ കുറിച്ച് ഒരാൾക്കും അറിവില്ല. അതുകൊണ്ടാണ് മിൻ റൂഹിഹി എന്ന് പറയാൻ കാരണം. അങ്ങനെയൊക്കെ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഈ പറഞ്ഞ അദ്വൈതവാദികളെ അല്ല, അന്ന് ആ കാലത്ത് ക്രിസ്ത്യാനികൾ ഇതെടുത്ത് ഉദ്ധരിക്കാറുണ്ട്. എന്ത്? റൂഹുല്ലാഹി ഈസ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈസാ അലൈഹി സ്വലാമിൽ ദൈവത്തിൻ്റെ ആത്മാവ് സന്നിവേശിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈസയെ ദൈവമായിട്ടും ദൈവപുത്രനായിട്ടും വിശുദ്ധാത്മാവായിട്ടൊക്കെ ഞങ്ങൾ പറയുന്നത്. അപ്പം ഒന്ന് മുഫസ്സിരീങ്ങൾ അന്നും ഇന്നും കൊടുക്കുന്ന മറുപടിയാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദമിനെയാണ് അതായിട്ട് കാണേണ്ടത്. അതും അല്ലാഹു തആല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അവിടെ അവർക്ക് മറുപടിയില്ല. അപ്പം അതും കൂടെ നമ്മൾ സാന്ദർഭികമായിട്ട് നിങ്ങൾ ചോദിച്ചത് നന്നായി. അതും കൂടെ സാന്ദർഭികമായിട്ട് നമ്മളിതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി തുടർന്നുകൊണ്ട് മനുഷ്യന് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളൊക്കെയാണ് തുടർന്നുകൊണ്ട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയുവാനും അറിഞ്ഞ നേരനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും അനുഗ്രഹീതമായ വിശുദ്ധ റമദാനാണ് വരാൻ പോകുന്നത്. നമ്മയൊക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സോടുകൂടി ആ മാസത്തിലേക്ക് എത്തിക്കട്ടെ. ആ മാസത്തെ ഏറ്റവും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താനുള്ള എല്ലാവിധത്തിലുള്ള ആരോഗ്യവും തൗഫീഖും അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.